വയനാട്ടുകാർക്ക് ചിനക്കത്തൂർ ഭഗവതി ക്ഷേത്രത്തെ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ. എന്നാൽ ഇതിന്റെ ഐതിഹ്യത്തെ പറ്റി നിങ്ങൾ എത്ര പേർക്കറിയാം? സീത അന്വേഷണത്തിനായി ലങ്കയിലേക്ക് പോകുന്ന വഴി ശ്രീരാമനും ലക്ഷ്മണനും യാത്ര ചെയ്ത് ക്ഷീണിച്ച് ഭാരതപ്പുഴയുടെ തീരത്തെത്തി. ശ്രീധർമ്മശാസ്ത്രവും ഭദ്രകാളിയും അവർക്കൊപ്പം ഉണ്ടായിരുന്നു. വിശ്രമത്തിന് അനുയോജ്യമായ സ്ഥലം അന്വേഷിച്ചു വരാൻ ശ്രീരാമൻ ശാസ്താവിനോട് പറഞ്ഞു. ഉടനെ ശാസ്താവ് ഭദ്രകാളിയോടൊപ്പം പുറപ്പെട്ടു. അങ്ങനെ ശ്രീരാമനും ലക്ഷ്മണനും തിരുവില്ലാമലയിലെത്തി വിശ്രമിക്കാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലം അവിടെയാണെന്ന് മനസ്സിലാക്കി. അവർ അവിടെ തന്നെ ഇരുന്നു. ഏറെ നേരം കഴിഞ്ഞിട്ടും ഭദ്രകാളിയെയും ശാസ്താവിനെയും കാണാത്തതിനാൽ അവർ അന്വേഷണം തുടങ്ങി. അന്വേഷണത്തിനൊടുവിൽ തിരുവില്ലാമലയിൽ വെച്ച് തന്നെ ശാസ്താവിനെ കാണുകയും കലി പൂണ്ട ശ്രീരാമൻ ശാസ്താവിനെ 50 അടി പടുകുഴിയിലേക്ക് ചവിട്ടി താഴ്ത്തുകയും ചെയ്തു. അങ്ങനെ വീണതിനാലാണ് തിരുവില്ലാമലയിലെ കുണ്ടിലയ്യപ്പൻ പ്രതിഷ്ഠ എന്നും പറയപ്പെടുന്നു. ഈ സംഭവം കണ്ട ഭദ്രകാളി അയ്യയ്യോ, എന്നെ കൊല്ലുന്നേ, രക്ഷിക്കണേ എന്ന് വിളിച്ച് ഓടിയത്രേ. ഭാരതപ്പുഴ കടന്നോടിയ ഭദ്രകാളി ഒരു സ്ഥലം കഴിഞ്ഞ് സ്വയംഭൂവായി അവതരിച്ചു. അവിടെയാണ് ഇന്ന് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. തെക്കോട്ട് ദർശനമുള്ള അത്യപൂർവ ക്ഷേത്രം, 3 കൊടിമരങ്ങളുള്ള വിശിഷ്ട ക്ഷേത്രം.